നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിലും താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴയിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ചെയർമാൻ KK പുഷ്പാങ്കദൻ അറിയിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കുമാരമംഗലം മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ബെന്നി മാടവനയ്ക്ക് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കേരള ശുചിത്വ മിഷൻ കേരള പത്രപ്രവർത്തക യൂണിയനോട് സഹകരിച്ച് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോലി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ നിർത്തലാക്കി കരാർ നിയമനം നടത്തുവാനുള്ള ഉത്തരവിനെതിരെ ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിലും താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ പരിപാടി ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ ധർണയിൽ സന്നിഹിതരായിരുന്നു. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ നിർത്തലാക്കി കരാർ നിയമനം നടത്തുവാനുള്ള ഉത്തരവിനെതിരെ ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിലും താലൂക്ക് കേന്ദ്രങ്ങളിലും നടന്ന പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. അടിയന്തരമായി ഈ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ജില്ലയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ജോയിന്റ് കൗൺസിൽ നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ OA-മാരുടെയും ടൈപ്പിസ്റ്റുമാരുടെയും സേവനം ഇനി ആവശ്യമില്ല എന്നും അങ്ങനെ ആവശ്യമായി വന്നാൽ അതിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കണമെന്നുള്ള പ്രതിലോമകരമായ ഒരു ഉത്തരവ് ഈ കഴിഞ്ഞ 20-ാം തീയതി ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ ജോയിന്റ് കൗൺസിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. നമുക്കറിയാം, കരാർവൽക്കരണം എന്ന് പറയുന്നത് ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് അതിൻ്റെ മിനിമം വേതനവും തൊഴിലും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് കരാർവൽക്കരണം. കരാർവൽക്കരണം നടത്തുന്ന രാജ്യങ്ങളിലെല്ലാം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. നമുക്കറിയാം, ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ വെട്ടിക്കുറിക്കുന്ന ഒരു ഭരണാധികാരിയായി നരേന്ദ്രമോദി ഗവൺമെന്റ് മാറുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങൾ ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർവീസിൽ തന്നെ ഒഴിഞ്ഞുകിടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിറ്റഴിക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അനുദിനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ അതിന്റെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 18 ലക്ഷത്തോളം വരുന്ന ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത്. പീരുമേട് നടന്ന പ്രതിഷേധ പരിപാടി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം D അശോകൻ, നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിന് മുന്നിൽ S സുകുമാരൻ, ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ജോൺസൺ പീറ്റർ, ദേവികുളം സിവിൽ സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ എന്നിവർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, VM ഷൌക്കത്തലി, AK സുഭാഷ്, DK സജിമോൻ, സുഭാഷ് ചന്ദ്രബോസ്, NS ഇബ്രാഹിം, ആശ CG, മുഹമ്മദ് നിസാർ, സൗമ്യ മുരളി, സേവ്യർ ജോൺ, NK സജൻ, ബിജി ചന്ദ്രൻ, PK പ്രസാദ്, TS ഫൈസൽ, ജിതിൻ P, അമൽരാജ്, സുമിത മോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി മുഖ്യൻ ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റ് നടത്തും. ഉത്സവം സംബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരുടെ നേതൃത്വത്തിൽ പൂർത്തിയായെന്ന് ക്ഷേത്രം ചെയർമാൻ KK പുഷ്പാങ്കദൻ, ക്ഷേത്ര മാനേജർമാരായ B ഇന്ദിര, KR വിജയകുമാർ, ചീഫ് കോർഡിനേറ്റർമാരായ KR വേണു, CC കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രപ്രസിദ്ധമായ തിരുവുത്സവത്തിന് നാളെ ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറുകയാണ്. തന്ത്രമുഖ്യൻ ആവനാട് കാവല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിനുള്ള
എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പതിവ് പോലെ രാവിലെ 3 മണിക്ക് നിവേദ്യത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉത്സവത്തിന് മുന്നോടിയായി തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധിക്രിയകളെല്ലാം തന്നെ ആരംഭിച്ചു. ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമൊക്കെ ദീപ അലങ്കാരത്താൽ തിളങ്ങും. അന്നദാനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ജീവനക്കാർക്കും തിരക്ക് കൂടാതെ സുഗമമായ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുവാനും അന്നദാനത്തിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ വൈകിട്ട് നടക്കുന്ന രാവിലെ മുതൽ സ്റ്റേജിൽ പരിപാടികളുണ്ടെങ്കിലും പ്രധാനമായി വൈകിട്ട് നടക്കുന്ന കലാപരിപാടികൾ കാണുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് തൊടുപുഴ DYSP പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാവും. റവന്യൂ വകുപ്പ്, മുനിസിപ്പൽ അധികൃതർ, ക്ഷേത്ര ജീവനക്കാരുടെ കൂട്ടായ്മ, കോർ കമ്മിറ്റി, ദേവസ്വം എക്സിക്യൂട്ടീവ് സമിതി, ട്രസ്റ്റി പ്രദീപ് നമ്പൂതിരിപ്പാട്, ഓരോ സബ് കമ്മിറ്റികളും ഓരോ ക്രമീകരണങ്ങളൊക്കെ അന്നദാനത്തിന്, ഫുഡിന്, പബ്ലിസിറ്റി, കോർഡിനേഷൻ എല്ലാത്തിനും ഒരു 100 പേരടങ്ങുന്ന കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോതമംഗലം പോലീസ് സ്റ്റേഷന് സമീപമുള്ള കോതമംഗലം സഹകരണ ബാങ്ക് സമുച്ചയത്തിലാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏപ്രിൽ 8 മുതൽ 11 വരെ കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഇരിക്കുന്നവരിൽ പിടിപെടാവുന്ന അപകടകരമായ തെറ്റായ പ്രവണതകളിൽ നിന്നും മുക്തി നേടി മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഒരു പ്രതിരോധം കൊടുക്കുക. ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന കായിക കലോത്സവങ്ങളിൽ ഒന്നാണ് കേരളോത്സവം. അതുകൊണ്ട് തന്നെ കേരളോത്സവത്തിന് ഇത്തവണ മറ്റേത് വർഷവും കേരളോത്സവം നടത്തിയതിനേക്കാൾ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നടന്നൊരു സാഹചര്യത്തിലാണ് ചരിത്ര പ്രാധാന്യമുള്ള കോതമംഗലത്ത് ഇത്തവണത്തെ കേരളോത്സവം ഏകദേശം 7000-ഓളം പേരാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങളിൽ പങ്കുകൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആന്റണി ജോൺ MLA അധ്യക്ഷനായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, FIT ചെയർമാൻ R അനിൽകുമാർ, നഗരസഭാ ചെയർമാൻ KK ടോമി, കോതമംഗലം തഹസിൽദാർ M അനിൽകുമാർ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, യുവജനക്ഷേമ ബോർഡ് അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു, ജില്ലാ പ്രോഗ്രാം ഓഫീസർ R പ്രജീഷ, ജില്ലാ കോർഡിനേറ്റർ AR രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം പോലീസ് സ്റ്റേഷന് സമീപമുള്ള കോതമംഗലം സഹകരണ ബാങ്ക് സമുച്ചയത്തിലാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 15-ലധികം ഉത്തരവുകൾ സൃഷ്ടിച്ച് ഹൈറേഞ്ചിലെ കർഷകരെ ബുദ്ധിമുട്ടിച്ച ഇടത് ഗവൺമെന്റ് ഇന്ന് മുട്ടത്ത് ബഫർ സോൺ സൃഷ്ടിച്ച് ലോവർ റേഞ്ചിലും ജനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കരിമണ്ണൂർ കോട്ടക്കവലയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് റോയി പോൾ അധ്യക്ഷത വഹിച്ചു. 15-ലധികം ഉത്തരവുകൾ സൃഷ്ടിച്ച് ഹൈറേഞ്ചിലെ കർഷകരെ ബുദ്ധിമുട്ടിച്ച ഇടത് ഗവൺമെന്റ് ഇന്ന് മുട്ടത്ത് ബഫർ സോൺ സൃഷ്ടിച്ച് ലോവർ റേഞ്ചിലും ജനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വിഷയത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി മൗനം ഭജിക്കുകയാണെന്നും മറുവശത്ത് രാസലഹരിയിലൂടെ സമൂഹത്തിൽ അരാജകത്വം വിളമ്പുകയാണ് ഇടത് ഗവൺമെന്റ് എന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കരിമണ്ണൂർ കോട്ടക്കവലയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1944 ആയി കഴിഞ്ഞപ്പോഴേക്കും മുഹമ്മദ് അലി ജിന്നയുമായി ബ്രിട്ടീഷുകാരുടെ ധാരണയുണ്ടാക്കി പാകിസ്ഥാൻ എന്നുള്ള ഒരു പ്രത്യേക രാഷ്ട്രമുണ്ടാക്കി ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ഇന്ത്യയിലെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. 1946 മുതൽ 49 ഗ്രാമങ്ങളിൽ നഗ്നപാതനായി നടന്ന് ഈ വർഗീയതയ്ക്കെതിരെ പോരാടിയ മഹാവ്യക്തിത്വമാണ് മഹാത്മാഗാന്ധിയുടേത്. അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്.
പ്രസിഡന്റ് റോയി പോൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോൺ നെടിയപ്പാല, ബേബി തോമസ്, മനോജ് കോക്കാട്ട്, ജിജി അപ്രേം, NI കരീം, PS സെബാസ്റ്റ്യൻ, ടോമി പോൾ, സിജി വാഴയിൽ, തോമസ് വടക്കേക്കര, ജോസ് ഊരക്കാട്ട്, AN ദിലീപ്, രാജീവ് പാടം, ജോജോ വെച്ചൂർ, ജിൻസ് കുര്യൻ, രാജു കുര്യൻ, രാജേഷ് മരോട്ടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ലൈംഗികമായ തീഷ്ണതയായ ഒരു കാട്ടാളന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കേരളത്തിലെ രാസലഹരിയുടെ ഒരു വലിയ വിന്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് നിയന്ത്രിക്കേണ്ടത്? ഭരണം നടത്തുന്ന, ആഭ്യന്തരം നടത്തുന്ന, എക്സൈസ് നേതൃത്വം നടക്കുന്ന മന്ത്രിമാരും അതിനനുസരിച്ചുള്ള വകുപ്പുകളുമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിർജ്ജീവമാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർജ്ജീവമാണ്. ഇന്ന് തൊടുപുഴയിൽ തന്നെ ഒരു കൊലപാതകം ചെറിയ രീതിയിലുള്ള കാശ് തർക്കത്തിന്റെയും പാർട്ട്ണർഷിപ്പ് ഡിവൈഡിങ്ങിന്റെയും പേരിൽ നടന്നു. പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചു. കൊട്ടേഷൻ 25,000 രൂപ കേവലം റുപ്പിക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് മാരുതി വാനിൽ, പണ്ടൊക്കെ ബോംബെ സിനിമകളിൽ കാണുന്ന പോലെ കിഡ്നാപ്പ് ചെയ്ത് അതിൽ വെച്ച് മർദ്ദിച്ച് മരിച്ച് കൊലപാതകം നടത്തി സെപ്റ്റി ടാങ്കിൽ മാൻകോളിലാക്കി കോൺക്രീറ്റ് ചെയ്ത ഒരു സ്ഥിതിവിശേഷം 57 ശേഷം കേരളം കണ്ടിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കുമാരമംഗലം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ബെന്നി മാടവനയ്ക്ക് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ NA ബെന്നി, ജോസ് അഗസ്റ്റിൻ, ലീലാമ ജോസ്, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു, ബ്ലോക്ക് സെക്രട്ടറിമാരായ റോബിൻ മൈലാടി, സജി ചെമ്പകശ്ശേരി, സുരേഷ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് ഒത്തുക്കുന്ന കാഴ്ച നമ്മളൊക്കെ അതുപോലെ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെക്രട്ടറി പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമാണ്. മാധവൻ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ഒരു കോട്ട. ആ കോട്ടയിൽ ഒരു വിള്ളലും ഉണ്ടാകാതെ ശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിവയും സപ്പോർട്ടുകയും അത് കൂടുതൽ ആവശ്യം പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. മൂലമറ്റം KSRTC ഓഫീസിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മന്ത്രിയുടെ പ്രതിനിധി എന്നിവർ കൂടിയാലോചന നടത്തി. ഗ്യാരേജ് നവീകരണം, യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രം, ശുചിമുറി, പുതിയ ഓഫീസ് കെട്ടിടം തുടങ്ങിയവ നിർമ്മിക്കാൻ തീരുമാനമായി. KSRTC സബ് ഡിപ്പോയുടെ തകർന്ന ഗ്യാരേജ് നിർമ്മാണത്തിന് 5 കോടി രൂപയും മൂലമറ്റം ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിന് 4 കോടി രൂപയും മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ചിരുന്നു. ആദ്യം KSRTCക്ക് 2 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ആ ഫണ്ട് കൊണ്ട് നിർമ്മാണം പൂർത്തിയാകില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് 3 കോടി രൂപയും കൂടി അധികം അനുവദിച്ചത്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി KSRTC ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. KSRTC ഓഫീസിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മന്ത്രിയുടെ പ്രതിനിധി എന്നിവർ കൂടിയാലോചന നടത്തി. ഗ്യാരേജ് നവീകരണം, സ്റ്റാൻഡിന്റെ കോൺക്രീറ്റിംഗ്, യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രം, ശുചിമുറി, പുതിയ ഓഫീസ് കെട്ടിടം തുടങ്ങിയവ നിർമ്മിക്കാൻ തീരുമാനമായി. ഫയർ സ്റ്റേഷൻ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ആദ്യഘട്ടമായി മരങ്ങൾ വെട്ടിമുറിച്ച് സൈറ്റ് ലെവലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കേരള ശുചിത്വ മിഷൻ കേരള പത്രപ്രവർത്തക യൂണിയനോട് സഹകരിച്ച് മാലിന്യ പരിപാലനവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR അധ്യക്ഷത വഹിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോടി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ വിവിധ സർക്കാർ ഏജൻസികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വൃത്തി 2025 കോൺക്ലേവിന്റെ ഭാഗമായാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. തൊടുപുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന മാധ്യമ ശില്പശാലയുടെ ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി നിർവഹിച്ചു. മാലിന്യം സമൂഹത്തിൽ വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരിക, അതുവഴി നമ്മുടെ സമൂഹത്തിനും ഓരോ വ്യക്തികൾക്കും മാറ്റമുണ്ടാകുക എന്നുള്ളതാണ് ഇത്തരമൊക്കെ പ്രചാരണങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതിൽ മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് മാധ്യമ ശില്പശാല വഴി ചർച്ച ചെയ്യപ്പെടേണ്ടത്. മാധ്യമങ്ങൾ അതിൽ നിർണായക പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് കാലങ്ങളായി നമ്മൾ നിർവഹിച്ചു പോരുന്നുമുണ്ട്.
മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ മാലിന്യം തള്ളുക, മറ്റടക്കം ഒട്ടേറെ വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അക്കാര്യങ്ങളിലെല്ലാം കാലങ്ങളായി മാധ്യമങ്ങൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുക, ഓരോ റിപ്പോർട്ടർമാരും അല്ലെങ്കിൽ മാധ്യമ പ്രതിനിധികളും ഒക്കെ അതിൻ്റെ രീതിയിൽ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഇതെല്ലാം നിർബാധം തുടരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ. ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, റിസോഴ്സ് പേഴ്സൺ ബാബു സെബാസ്റ്റ്യൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി, ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ, റിസോഴ്സ് പേഴ്സൺ ഷൈനീസ് കറിയ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസെടുത്ത് സർക്കാരിന്റെ ഒത്താശയോടെയെന്ന് ആം ആദ്മി പാർട്ടി. വനംവകുപ്പ് എടുത്തിട്ടുള്ള ഈ കള്ളക്കേസിൽ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പാർട്ടി നിലവിലെ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന് ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസെടുത്തത് സർക്കാരിന്റെ ഒത്താശയോടെയാണെന്ന് ആം ആദ്മി പാർട്ടി. രാജപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെയും കോതമംഗലം MLA ആന്റണി ജോണിന്റെയും നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോതമംഗലം രൂപതയും സംയുക്തമായാണ് ജനമുന്നേറ്റ യാത്ര നടത്തിയത്. മലയോര കർഷകരുടെ ഉന്നമനത്തിനായി എക്കാലത്തും നിലകൊള്ളുന്ന കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് കൂടി എത്തിയതോടെ ജനമുന്നേറ്റ യാത്ര വൻ വിജയമായി. പൊതുവഴിയിലൂടെ മാത്രം നടന്നു നീങ്ങിയ ബിഷപ്പ് ഉൾപ്പെടെയുള്ള 23 പേർക്കെതിരെ വനംവകുപ്പ് എടുത്ത കള്ളക്കേസ് സർക്കാരിന്റെ ഒത്താശയോടാണെന്നും വനംവകുപ്പ് എടുത്തിട്ടുള്ള ഈ കള്ളക്കേസിൽ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പാർട്ടി നിലവിലെ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആലുവ മൂന്നാർ രാജപാത PWD അധീനതയിലുള്ള മാങ്കുളം വില്ലേജിലെ സർവേ 889 PWD ലാൻഡാണ്. ഈ ലാൻഡിൽ കൂടി നമുക്ക് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചു കെട്ടിക്കൊണ്ട് വനം വകുപ്പ് വളരെ ധിക്കാരപരമായ നടപടിയാണ് അന്ന് അവിടെ എടുത്തത്. ഈ രാജപാതയിൽ വളരെ പ്രായം ചെന്ന നമ്മുടെ ആരാധ്യനായ കോതമംഗലം മുൻ ബിഷപ്പ് ശ്രീ ജോർജ് പുന്നങ്കോട്ടിൽ ഈ ജാഥയുടെ രക്ഷാധികാരിയായി നിന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ 23ഓളം ആളുകളുടെ പേരിൽ ഈ വനം വകുപ്പ്, ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ഈ വനം വകുപ്പ് കള്ളക്കേസുകൾ എടുത്തു എന്നുള്ളതാണ് വളരെ സങ്കടകരം. അതായത് നമ്മുടെ ബിഷപ്പിനെതിരെ എടുത്തിരിക്കുന്ന ഈ കള്ളക്കേസ് അടിയന്തരമായി പിൻവലിച്ചില്ല എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നിട്ടിറങ്ങുമെന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ്. ലാലു മാത്യു, റെജി ജോർജ്, ബാബു മാത്യു, കുമാരൻ CK, രാജപ്പൻ MP, വിനോദ് VC, ഹെൻസൺ കണ്ണാടൻ, ചെറിയാൻ കൊണ്ടിമറ്റം, ബെന്നി പുതുക്കയിൽ, തങ്കച്ചൻ കോട്ടപ്പടി, ശാന്തമ്മ ജോർജ്, ജോൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന വെള്ളക്കടവ് റോഡിൽ അമ്പലക്കവല ആറാട്ടുകടവിൽ ക്രെയിൻ ആറ്റിലേക്ക് മറിഞ്ഞ അപകടത്തിൽ ക്രെയിനിന്റെ ക്യാബിൻ പൂർണ്ണമായി തകർന്നു. വാഹനം നിയന്ത്രിച്ചിരുന്ന ഓപ്പറേറ്റർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ കട്ടപ്പന മുതൽ വള്ളക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി അപകടങ്ങളാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഞായറാഴ്ച രാവിലെ 10:15 അപകടം. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വള്ളക്കടവ് റോഡിൽ അമ്പലക്കവല ആറാട്ടുകടവിലാണ് ക്രെയിൻ മറിഞ്ഞത്. ഇറക്കത്തിൽ വാഹനത്തിൽ തകരാറുണ്ടാവുകയും നിയന്ത്രണം നഷ്ടമാവുകയുമായിരുന്നു. ബ്രേക്ക് ചെയ്ത വാഹനം നിർത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി റോഡിൽ നിന്നും തെന്നിമാറി. തുടർന്ന് കട്ടപ്പനയാറ്റിലേക്ക് പതിച്ചു. അപകടത്തിൽ ക്രെയിനിന്റെ ക്യാബിൻ പൂർണ്ണമായി തകർന്നു. വാഹനം നിയന്ത്രിച്ചിരുന്ന ഓപ്പറേറ്റർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. റോഡിൽ കലിങ്ങിന്റെ ഉയരക്കുറവും ക്രാഷ് ബാരിയറുകളുടെ അഭാവവും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ദേശീയപാതയിൽ കട്ടപ്പന മുതൽ വള്ളക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി അപകടങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. സുരക്ഷാ മുൻകരുതലുകൾ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ചൂഷണങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
തൊടുപുഴ മേഖല വാർഷിക സമ്മേളനം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി EA നുസൈഫ, സെക്രട്ടറിയായി PM ഷാജി, ട്രഷററായി KP ഹരിദാസ്, വൈസ് പ്രസിഡന്റായി അനുപമ രാജൻ, ജോയിന്റ് സെക്രട്ടറിയായി KP സന്തോഷ് ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ചൂഷണങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രതീഷ് ഉദ്ഘാടനം ചെയ്തു. രാസലഹരിയുടെ പുറകിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ ഈ വാർത്ത TV തുറന്നപ്പോൾ കേട്ട വാർത്ത കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നിയ സ്ഥലം വിട്ടുപോയി. ഒരു മകൻ അമ്മയുടെ തലക്കടിച്ച് അമ്മ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ TV തുറന്നപ്പോൾ കേട്ടത്. അതിന് മുമ്പ് നാം കേട്ടത് ഒരു മകൻ അമ്മയെയും സഹോദരങ്ങളെയും പിതാമഹന്മാരെയും അടക്കം 5 ആളുകളെ കൊല ചെയ്യുന്ന വാർത്തയും നമ്മുടെ സമൂഹത്തിൽ കേൾക്കുകയാണ്. കൊച്ചുമക്കൾ 10ാം ക്ലാസ്സിലെ സെന്റ് ഓഫ് കഴിഞ്ഞ് പോകുന്ന കൊച്ചുമക്കൾ കൂട്ടം ചേർന്ന് ഒരു കൂട്ടുകാരനെ തല്ലിക്കൊല്ലുന്ന വാർത്തയും കേൾക്കുന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ കേരളം പല കാര്യങ്ങൾക്ക് മുമ്പിലാണ് എന്ന് നാം അഭിമാനിക്കാറുണ്ട്, അല്ലെങ്കിൽ അഹങ്കരിക്കാറുണ്ട്. ഒരുപാട് കാലത്ത് നമ്മൾ മുമ്പിലുമാണ്. പക്ഷേ ആ മുന്നേറ്റങ്ങൾക്കെല്ലാം അപവാദം ചെല്ലുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഈ മലയാളത്തിൽ എന്ത് പറ്റി, മലയാള യുവതയ്ക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് എന്ത് പറ്റി എന്ന ചിന്തയും നാം ഒരേ സമയം കേൾക്കേണ്ടതുണ്ട് ശാസ്ത്ര ചിന്തകൾക്കൊപ്പം. അപ്പോൾ നമുക്ക് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ മികവാർന്ന പ്രവർത്തനങ്ങളും നാം ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാന രേഖ അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുപ്പത്തെ കൂടി അഡ്രസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ നമുക്ക് മെച്ചപ്പെടുത്താനാവണം. അതിനുതകുന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ തൊടുപുഴ മേഖലയിൽ നമുക്ക് ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയണമെന്നാണ് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. മേഖലാ പ്രസിഡന്റ് ഡോക്ടർ KK ഷാജി അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ സംഘടനാ രേഖയും വാർഷിക പ്രവർത്തന റിപ്പോർട്ടും കണക്കും മേഖലാ ജോയിന്റ് സെക്രട്ടറി KP സന്തോഷും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ND തങ്കച്ചൻ, പ്രസിഡന്റ് ശശിലേഖ രാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ KJ തോമസ് സ്വാഗതവും KG രാജൻ നന്ദിയും പറഞ്ഞു. 14 യൂണിറ്റുകളിൽ നിന്നായി 90-ലധികം പേർ പങ്കെടുത്തു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി EA നുസൈഫ, സെക്രട്ടറിയായി PM ഷാജി, ട്രഷററായി KP ഹരിദാസ്, വൈസ് പ്രസിഡന്റായി അനുപമ രാജൻ, ജോയിന്റ് സെക്രട്ടറിയായി KP സന്തോഷ് ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ തുമ്പച്ചി കാൽവരി സമുച്ചയത്തിലേക്ക് തീർത്ഥയാത്ര നടത്തി. തുമ്പച്ചിയിൽ നടത്തിയ കുരിശിന്റെ വഴിക്ക് പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ നേതൃത്വം നൽകി. LDF സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കേരള നമ്പർ 1 ആകുന്നതിന് കരുത്തായെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം. CPI കോതമംഗല ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് CK ജോർജ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനം നടത്തി. സമ്മേളനത്തിലും പ്രകടനത്തിലും നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. നവകേരള സൃഷ്ടിക്കായി LDF നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തെ നമ്പർ 1 ആക്കിയതെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം പറഞ്ഞു. CPI കോതമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമ്മിലടിയും അധികാരമോഹവും അജണ്ടയാക്കിയിട്ടുള്ള UDF-നെ മലയാളം നാട് തിരസ്കരിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് CK ജോർജ് അധ്യക്ഷനായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാജേഷ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ്, മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ജില്ലാ കൗൺസിൽ അംഗം MS ജോർജ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TC ജോയ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MK രാമചന്ദ്രൻ, PM ശിവൻ, KS ജ്യോതികുമാർ, PA അനസ്, ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി, അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് ഐക്കര, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ GK നായർ, CA സിദ്ദിഖ്, KJ ഷിബു, NU നാസർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KA സൈനുദ്ദീൻ, KA ഗോപാലൻ, സിജോ വർഗീസ്, നിതിൻ കുര്യൻ, KA മണി, ദീപു കൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം സബ്സ്റ്റേഷൻ ജംഗ്ഷനിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിലും താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴയിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ചെയർമാൻ KK പുഷ്പാങ്കദൻ അറിയിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കുമാരമംഗലം മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ബെന്നി മാടവനയ്ക്ക് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കേരള ശുചിത്വ മിഷൻ കേരള പത്രപ്രവർത്തക യൂണിയനോട് സഹകരിച്ച് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോലി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.